കേരളത്തിന്റെ ആരോഗ്യമേഖല അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാതൃമരണ നിരക്ക് കുറയ്ക്കാനും ആയുർദൈർഘ്യം കൂട്ടാനും കേരളത്തിനായത് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുണ്ടറ താലൂക്ക് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ആരോഗ്യമേഖല വികസിത രാജ്യങ്ങളെ പോലും മറികടക്കും വിധം നേട്ടങ്ങൾ കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ആർദ്രം പദ്ധതി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. കോവിഡ് കാലത്ത് വികസിത രാജ്യങ്ങൾ പോലും സൗകര്യങ്ങളില്ലാതെ വരഞ്ഞപ്പോൾ കേരളത്തിൽ മൂർധന്യഘട്ടത്തിൽ പോലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനായി. ഇതിന് സഹായിച്ചത് ആർദ്രം പദ്ധതിയിൽ നടപ്പാക്കിയ വികസനങ്ങളായിരുന്നു. ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. താലൂക്ക് ആശുപത്രികൾക്ക് മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് വരെ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കി. രാജ്യത്ത് ശിശുമരണ നിരക്ക് 25ആണ്. അമേരിക്കയിൽ 5.6 ഉള്ളപ്പോൾ കേരളത്തിൽ ഇത് 5 മാത്രമാണ്. മാതൃമരണ നിരക്ക് കുറയ്ക്കാനും ആയുർദൈർഘ്യം കൂട്ടാനും കേരളത്തിനായത് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാവരും കുറെ കാലമായി ഇത്തരമൊരു ആശുപത്രി കെട്ടിടം ഇവിടെ പൂർത്തിയാകണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ ഇവിടെ നിർമ്മിച്ച കുണ്ടറ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയുള്ള പുതിയ കെട്ടിടം ഔപചാരികമായി നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിച്ചു. മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. 10 വർഷം നമ്മൾ തുടങ്ങുന്ന ഒരു 10 വർഷം മുമ്പത്തെ ഒരു കണക്കും ഇപ്പോഴത്തെ കണക്കും നമ്മളൊന്ന് എടുത്താൽ മാതൃമരണ നിരക്ക് 10 വർഷം മുൻപ് 43 ആയിരുന്നെങ്കിൽ അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവരുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും കുറവ് മാതൃമരണ നിരക്കാണ് കേരളത്തിലുള്ളത്. PC വിഷ്ണുനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തി. MLA ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ ഡയാലിസിസ് യൂണിറ്റിന് ആദ്യം അനുവദിച്ചു. അതിന് സിവിൽ വർക്കിന് 25 ലക്ഷം രൂപ അനുവദിച്ചു. പിന്നീട് അതിൻ്റെ RO പ്ലാന്റിന് 6 ലക്ഷം രൂപ അനുവദിച്ചു. ആശുപത്രിക്ക് ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് 9.97 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു ഹൈമാസ് ലൈറ്റിന് കൂടി തുക അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആശുപത്രി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനങ്ങളുടെ കേന്ദ്രമെന്ന നിലയിലുള്ള പരിഗണന ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും നൽകുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ അതിനോടൊപ്പം ചേർന്ന് നിന്ന പിന്തുണ നമ്മളെല്ലാവരും നൽകുന്നുണ്ട്. MLA-മാരായ M. മുകേഷ്, കോവൂർ കുഞ്ഞുമോൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R. ലതാദേവി, ജില്ലാ കളക്ടർ N. ദേവിദാസ്, J. മേഴ്സിക്കുട്ടിയമ്മ, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. ബൈജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.